മടക്കമില്ലാത്ത യാത്രയാണ്. ഇനി എന്നാണ് ആ പ്രവാസ ലോകത്തേക്ക് തിരിച്ചു പോകുന്നതെന്ന ചോദ്യം കേൾക്കാത്തൊരു ലോകത്തേക്ക് ഇവർ നമ്മളെ വിട്ടു പിരിയുകയാണ്. വിശ്വാസ് കൃഷ്ണൻ്റെ വീട്ടിലേക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉറ്റവരുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിൽ ഉള്ളവർക്കൊക്കെ ഒരു നൊമ്പര കാഴ്ചയാവുകയാണ്. എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കും? വിശ്വാസിന്റെ അമ്മ ഹേമലദേവി ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ബന്ധുക്കളും ഉറ്റവരും സുഹൃത്തുക്കളും അയൽവാസികളും ഒക്കെ. നാട്ടുകാർക്ക് ആകെ പ്രിയപ്പെട്ടവൻ, സുഹൃത്തുക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. നാട്ടിൽ എന്ത് കാര്യമുണ്ടായാലും, അതിപ്പോൾ ഒരു കല്യാണമാകട്ടെ, ഒരു അപകടമാകട്ടെ, ഒരു മരണമാകട്ടെ, എന്ത് കാര്യത്തിനും വിശ്വാസ് മുന്നിലുണ്ടാകും സഹായവുമായി. 8 മാസം മുൻപാണ് കുവൈറ്റിലെ കമ്പനിയിൽ ജോലിക്ക് പോയത്. പ്രവാസ ലോകത്തേക്ക് പോകാൻ വിശ്വാസിന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. വിശ്വാസിൻ്റെ അച്ഛൻ കൃഷ്ണൻ കുറേ കാലം ദുബായ് എയർപോർട്ടിൽ ജീവനക്കാരനായിരുന്നു. പലതവണ അന്ന് അച്ഛൻ ദുബായിൽ ഈ വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് വിശ്വാസിനോട് അവിടേക്ക് ജോലിക്ക് വരാനൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അന്ന് താല്പര്യം കാണിച്ചിരുന്നില്ല. പിന്നീട് അച്ഛൻ രോഗബാധിതനായി തുടർന്നപ്പോൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ആദ്യം ബംഗളൂരുവിലായിരുന്നു ജോലി. ആ ജോലി വിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് കുവൈറ്റിലേക്ക് പോയത്. ആ അമ്മയ്ക്ക്, ഭാര്യ പൂജയ്ക്ക്, ദേവിക്കിന് ഉള്ള ആകെയുള്ള താങ്ങും തണലുമായിരുന്നു. മൂന്ന് വയസ്സ് മാത്രമാണ് വിശ്വാസിൻ്റെ കുഞ്ഞ് ദേവിക്കിനുള്ളത്. ഇപ്പോഴും ഈ ആളുകളുടെ ഇടയിലൊക്കെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. ഏറെ പ്രതീക്ഷകളും ഏറെ സ്വപ്നങ്ങളും ഏറെ ആഗ്രഹങ്ങളുമൊക്കെ ബാക്കിയാക്കിയാണ് പ്രിയപ്പെട്ടവരെ സങ്കടക്കടലിൽ ആഴ്ത്തി വിശ്വാസം കടന്നു പോകുന്നത്. കുവൈറ്റിൽ വിശ്വാസിൻ്റെ സുഹൃത്തായ ദിബിൻ ഈ മരണ വാർത്ത അറിഞ്ഞ് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. വിശ്വാസം, നിന്നോട് 10 മിനിറ്റ് സംസാരിച്ച ആർക്കും ഒരിക്കലും നിന്നോട് പിണങ്ങാനാവില്ല. നിന്നെപ്പോലെ നീ മാത്രമേയുള്ളൂ. എല്ലാവരെയും എപ്പോഴും ചിരിപ്പിച്ച് നീ ആരോടും പറയാതെ കടന്നുപോയി എന്നായിരുന്നു ആ സുഹൃത്തിൻ്റെ പോസ്റ്റ്. അവരുടെയൊക്കെ നെഞ്ചിൽ, അവരുടെയൊക്കെ ഹൃദയത്തിൽ എത്രത്തോളം വലിയൊരു സ്ഥാനം വിശ്വാസത്തിനുണ്ട് എന്ന് പറഞ്ഞു തരുന്നതാണ് ഓരോ ഓർമ്മക്കുറിപ്പുകളും. കമൽ അവിടെ നിന്ന് ചേരുന്നുണ്ട്. കമൽ, വളരെ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് ധർമ്മടത്ത്. ശരിവെക്കുന്ന രീതിയിലാണ് ഇവിടെയുള്ള ആൾക്കൂട്ടം. അത്രയധികം ജനങ്ങളാണ് മൃതദേഹം എത്തിച്ചപ്പോൾ, ആംബുലൻസിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൃതദേഹത്തെ അനുഗമിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ജനങ്ങൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടില്ല. പിന്നാലെ അത്രയധികം ആളുകളുണ്ട്. ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പ്രിയപ്പെട്ടവനായിരുന്നു വിശ്വാസ് കൃഷ്ണൻ. അല്പസമയം മുമ്പാണ് വിശ്വാസിന്റെ ഭാര്യ പൂജ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം അടക്കം ഉണ്ടായി. ഡോക്ടർ വന്ന് പരിശോധിച്ചു. രക്തസമ്മർദ്ദമൊക്കെ ഡോക്ടർ വന്ന് പരിശോധിച്ച് അല്പം മുമ്പ് പോയതേ ഉള്ളൂ. അത്രയും വലിയ ആഘാതമാണ് കുടുംബത്തിന് ഉണ്ടായിരിക്കുന്നത്. അവർക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സഹോദരനാണ് വിശ്വാസത്തിനുള്ളത്. ഭാര്യയും 3 വയസ്സുള്ള മകനുമുണ്ട്. അച്ഛൻ ദീർഘകാലം പ്രവാസിയായിരുന്നു. ഈ പ്രദേശത്തിന് ആകെ പ്രിയപ്പെട്ട ആളായിരുന്നു. നേരത്തെ ആര്യ പറഞ്ഞതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് പോകാൻ ആദ്യഘട്ടത്തിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛനോട് ജോലി വിടുന്ന കാലത്തൊന്നും. അടുത്ത കാലത്ത് ഏതാണ്ട് 9 മാസമാണ് കുവൈറ്റിലേക്ക് പോയത്. ഈ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഈ ദുരന്തം കടന്നു വരുന്നത്. വലിയ രീതിയിലുള്ള ആഘാതമാണ് അത് കുടുംബത്തിന് ഉണ്ടാക്കിയത്. അതുപോലെ ഈ നാടിനാകെ. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. വീട്ടുമുറ്റത്ത് തന്നെയാണ് സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്.